നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നരേന്ദ്രമോദി മൂന്നാം വട്ടവും കേരളത്തിലെത്തിയപ്പോൾ LDFിലും UDFിലും അങ്കലാപ്പ്. LDF കൺവീനറുടെ പ്രസ്താവന തന്നെ ഇതാ ഞങ്ങളുടെ പ്രധാനമായിട്ടും എതിരിടുന്നത് BJPയോടാണ്. BJPയുടെ 5 സ്ഥാനാർത്ഥികൾ A ക്ലാസ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ LDF കൺവീനറുടെ സർട്ടിഫിക്കറ്റ് തന്നെ BJP സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയിരിക്കുകയാണ്. BJPയുടെ 6 A ക്ലാസ് മണ്ഡലങ്ങളാണുള്ളത്. അതിൽ ഇപ്പോൾ 5 A ക്ലാസ് സ്ഥാനാർത്ഥികളുമായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി പത്തനംതിട്ടയിലെത്തിയ നരേന്ദ്രമോദി പിണറായി വിജയൻ സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനമുണ്ടാക്കി. കേരളത്തിൽ അഴിമതി സർക്കാരാണുള്ളത്. ഇവിടെ LDFും UDFും പരസ്പരം പോരടിക്കുകയാണ്. എന്നാൽ ഇവിടെ ശത്രുക്കളായിട്ടുള്ളവർ ഡൽഹിയിൽ ബന്ധുക്കളാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. ശരിയാണ്, നമ്മളിത് ഏറെക്കാലമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. വയനാട്ടിൽ മത്സരിക്കുന്നവർ തന്നെ നോക്കുക. CPIയുടെ സ്ഥാനാർത്ഥി ആനി രാജ, എതിരാളി ആര്? രാഹുൽ ഗാന്ധി. ആനി രാജയോട് ചോദിക്കേ, നിങ്ങളുടെ പ്രധാനമന്ത്രി, ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആര്? രാഹുൽ ഗാന്ധി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ എന്തിനെതിർക്കുന്നു? അപ്പോൾ ഡൽഹിയിൽ ഒന്നിച്ചു കഴിയുക. സീതാറാം യെച്ചൂരി എവിടെയാണ്? അവിടെ സോണിയാഗാന്ധിയുടെ അടുക്കളക്കാരനാണ്, ദേഹണ്ണക്കാരനായിട്ടാണ് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ബന്ധങ്ങളോടുകൂടി ഇരിക്കുകയാണ്. ഒരു തവണ കോൺഗ്രസ്, ഒരു തവണ LDF എന്ന ചക്രം പൊളിക്കണം. ഈ ചക്രം പൊളിച്ചാലേ കേരളത്തിന് നീതി കിട്ടുമെന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. കേരളത്തിലെ ജനങ്ങൾ പുരോഗമനപരമായി ചിന്തിക്കുന്നവരാണെന്നും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കാലഹരണപ്പെട്ട ചിന്താഗതി വെച്ച് പുലർത്തുന്നവരാണെന്നും നരേന്ദ്രമോദി പരിഹസിക്കുകയുണ്ടായി. അപ്പോൾ ഈ ചക്രം BJP രംഗത്തിറങ്ങിയതോടുകൂടി പൊളിക്കുമോ എന്നാണ് അറിയേണ്ടത്. മറ്റൊരു തവണയും കാണാത്ത തരത്തിലുള്ള BJP വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ BJP ഘടകത്തെ മാറ്റി നിർത്തിയിട്ട് കേന്ദ്ര നേതൃത്വം തന്നെ ഇറങ്ങിക്കൊണ്ടാണ് കൂടുതൽ കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെ 6 A ക്ലാസ് മണ്ഡലങ്ങൾ, രാജ്യത്തിനകത്ത് തന്നെ 130 മണ്ഡലങ്ങളാണ് BJP നോട്ടമിട്ടിരിക്കുന്നത്. അതിൽ 6 എണ്ണമാണ് കേരളത്തിലുള്ളത്. എന്തായാലും ചക്രം പൊളിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം.